ആറ്റുകാൽ പൊങ്കാല അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 10:30 പണ്ടാരടുപ്പിലേക്ക് തീ പകരുക. ഇപ്പോൾ വലിയ ഭക്തജന തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും തലസ്ഥാന നഗരിയിലുമൊക്കെ. സ്മിത ഹരിദാസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സ്മിത, വിവരങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഭക്തജന തിരക്കാണ്. തിരക്കിന്റെ കാര്യം ഒന്നും പറയാനില്ല, അത്ര തിരക്ക്. ഓരോ വർഷം തോറും തിരക്ക് കൂടി വരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ വന്നു നിന്നാൽ, കുറച്ചു നേരം നിന്നാൽ മനസ്സിലാകും. അത് മാത്രമല്ല, വളരെ ക്ഷമയോടെ മണിക്കൂറുകളോളം കാത്തു നിന്ന്, വെളുപ്പിന് തന്നെ നേരം പുലരും മുൻപേ തന്നെ ക്യൂവിൽ നിന്ന് കാത്തുനിന്ന് ദേവീ ദർശനത്തിനെത്തിയ ഭക്തർ, അവരുടെ ഒരു തിരക്കാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രനട തുറക്കും, മണിയടിക്കും, മന്ത്രജപങ്ങൾ, നാമജപങ്ങൾ അങ്ങനെ ഉച്ചത്തിൽ ആണ് ആ സമയത്ത് ഉണ്ടാവുക. ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. ദേവിയെ ദർശനത്തിനായിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത്. നട തുറന്നിരിക്കുന്നു, മണി മുഴങ്ങുന്നു. അപ്പോൾ വലിയ തിരക്കാണ് ദേവിയെ കണ്ട് ദർശിച്ച് മടങ്ങാൻ വേണ്ടി. മടങ്ങുക എന്ന് പറഞ്ഞാൽ അവരവരുടെ പൊങ്കാല അടുപ്പുകൾക്കരികിലേക്കുള്ള മടക്കമാണത്. അല്ലാതെ അവർ ആ ക്ഷേത്രത്തെ പരിസരത്ത് നിന്ന് ആരും പോകില്ല. ഇന്ന് നിവേദ്യം 2:30 മണിക്ക് നിവേദ്യം കഴിയും വരെ ആരും തന്നെ മടങ്ങില്ല. പക്ഷേ ആദ്യം ഇതൊരു ചടങ്ങ് തന്നെയാണ്. ക്ഷേത്രത്തിലെ പൊങ്കാല അടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ ഒന്ന് വന്ന് ദേവിയെ ദർശിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആവലാതികൾ ദേവിയോട്, ദേവീ സമക്ഷം അത് അവർ പറയാനുള്ളത് പറഞ്ഞ് അവർ പോകുന്നു എന്നുള്ളതാണ്. ഉഗ്രരൂപിണിയാണ് ദേവി, വിളിച്ചാൽ വിളിപ്പുറത്താണ് അമ്മ. ആ രീതിയിലാണ് ഭക്തരുടെ പ്രതികരണങ്ങൾ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ വലിയ തിരക്കായതുകൊണ്ട് ഭക്തരുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. കാരണം അവരിങ്ങനെ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ അവർക്ക് മൂവ് ചെയ്യണം അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ പിന്നെ വലിയ തിരക്കാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി തന്നെ ഈ ഏറ്റവും മുന്നിലുള്ള ആ ഒരു ക്യൂ, അതിലേക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഇടവേളകളിൽ മാത്രമാണ് ആളുകളെ കടത്തിവിടുന്നത്. ഒരു വരി നിരയിൽ അവിടെ ദർശനത്തിനെത്തി ദേവിയെ കണ്ട് മടങ്ങുന്നു. അതിനുശേഷം അടുത്ത വരിയിലേക്ക് കടത്തിവിടുന്നു. ആ രീതിയിൽ ഇന്നിപ്പോൾ കടുത്ത ചൂട്, താപനില ഉയരാനുള്ള ഒരു സാധ്യത അത് മുന്നിൽ കണ്ടു തന്നെ ആ രീതിയിലും കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ചൂട് കൂടുമ്പോൾ നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷേത്ര നടക്കൽ തന്നെ വെള്ളം, ശുദ്ധജലം, കുടിവെള്ളത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ 10:30 മണിക്കാണ്, കൃത്യം 10:30 മണിക്കാണ് ഈ പൊങ്കാല. കുംഭമാസത്തിലെ ഉത്രം നാളിൽ പൗർണമിയും പൂരവും പൗർണമിയും ഒത്തുവരുന്ന നാളിലാണ് പൊങ്കാല ഉത്സവം ഇവിടെ നടക്കുന്നത്. 10:30 മണിക്ക് ക്ഷേത്രം തന്ത്രി മേൽശാന്തിക്ക് ശ്രീകോവിലിൽ നിന്നുള്ള ദീപം തെളിച്ച് അഗ്നി പകരുന്നു. ആ അഗ്നി ക്ഷേത്രനടയിലുള്ള പാട്ടുപുരയ്ക്കടുത്തുള്ള പണ്ടാര അടുപ്പിലേക്ക് ആ തീ പകരുന്നു. അഗ്നി പകർന്നതിന്